നമസ്കാരം, എൻ്റെ പേര് മൃണാൾ. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇവർ എന്നെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെയോ പറയാൻ പറഞ്ഞത്. എന്താണ് പറയേണ്ടതെന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് മലയാളികളെ കാണാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഈ കേരളത്തിന് വെളിയിലൊക്കെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള ചില സംഭവങ്ങൾ ഓർത്തെടുത്ത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് കുറേ കാലം താമസിച്ചത് ഇംഗ്ലണ്ടിലാണ്. ഞാൻ ഒരു 6 വർഷത്തോളം ഇംഗ്ലണ്ടിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു തവണ ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ ഒരു ഒരു കുടുംബം ഫാമിലി ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളുണ്ട് അവിടെ, അപ്പോൾ കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം, അപ്പോൾ എത്ര കിലോ വരെ കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 40 കിലോ, നേരെ എന്തോ 46 കിലോ എങ്ങനെയാണ് ബാഗേജ്. ഞാൻ അവരോട് അത് ഏകദേശം മുഴുവൻ പാക്ക് ചെയ്തോളാം പറഞ്ഞു. എന്നിട്ട് ഇവരിതൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. ഇവിടുന്ന് അന്ന് ഡൽഹിയിൽ പോയിട്ട് ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ലണ്ടനിലെത്തിയപ്പോൾ അവിടെ സ്കാൻ ചെയ്ത് ഈ ബാഗേജ് രണ്ടും വന്നപ്പോൾ അത് കംപ്ലീറ്റ് പൊളിക്കണം എന്നായി അവിടുത്തെ കസ്റ്റംസുകാർ. അപ്പം ഞാൻ പറയും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു പേടിയുണ്ട്, ഇത് ഞാൻ പാക്ക് ചെയ്തതല്ല. ഇവരിത് കംപ്ലീറ്റ് പൊളിച്ചപ്പോൾ ഇതിനകത്ത് സകല പച്ചക്കറികൾ, കുറേ ചക്ക വറുത്തത്, ബീഫിൻ്റെ അച്ചാറ്, മീനിൻ്റെ അച്ചാറ്, പിന്നെ കുറച്ച് അരി, കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു നിയമമുണ്ട്, നമ്മൾ പച്ചക്കറികളും അതുപോലെ കറിവേപ്പില അതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാഗ് രണ്ടും എടുത്തിട്ട് അവർ കംപ്ലീറ്റ് ചവറ്റുകൊട്ടയിലിട്ടു. ഒന്നും ബാഗ് പോലും അവർ തിരിച്ചു തന്നില്ല. കാരണം അതിനകത്ത് നിറയെ ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചു, ഇതിങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇത് എനിക്കും മുമ്പ് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത്, സാധാരണയാണ്, കുഴപ്പമില്ല. എന്നാൽ ആ സാധനങ്ങളൊക്കെ പോയല്ലോ, വിഷമമായി. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഇത്രയും സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഭക്ഷണമല്ലേ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഫിഷ് ആൻഡ് ചിപ്സും അതൊന്നും കഴിക്കാറില്ലേ? അപ്പോൾ അവർ ഫിഷ് ആൻഡ് ചിപ്സിനെ പറ്റി കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ച് കാലം മുമ്പ് ഒരു ഫസ്റ്റ് വേൾഡ് വാർ ആ സമയത്തൊക്കെ പാവങ്ങൾ ധാരാളമുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ മൈനിങ് ഒക്കെയാണ് അവരുടെ ജോലി. അപ്പോൾ ഈ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത് വൈകുന്നേരം സപ്പറിനാണ് അവർ കഴിക്കുന്നത്. അത് വൈകുന്നേരത്തെ ഭക്ഷണമാണ്, രാത്രിയത്തെ അല്ല, വൈകുന്നേരത്തെ ഭക്ഷണം. വലിയ കാശുള്ള ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകുന്നേരത്തെ ഹൈ ടീ, അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ ഉണ്ടാവും. ഇത് സാധു മനുഷ്യന്മാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അന്ന് അവർ കണ്ടുപിടിച്ചൊരു സംഭവമാണ് കോഡും ഹാഡക്കും, 2 മീനുകൾ. അത് ഡീബോൺ ചെയ്യും. അപ്പോൾ 2 വലിയ പീസ് കിട്ടും, മുള്ളിൻ്റെ ഇപ്പുറത്തുള്ളതും മുള്ളിൻ്റെ അടിയിലുള്ളതും. ഇത് ഒരു പഴംപൊരി പോലൊരു ബാറ്ററിലിട്ടിട്ട് മുക്കിപ്പിരിക്കും. ഇപ്പോൾ പൊട്ടാറ്റോ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. അതും ഫ്രൈ ചെയ്തിട്ട് ഈ മീനിൻ്റെ കൂടെ വിനാഗിരിയാണ് ഇതിൻ്റെ സൈഡിലുള്ള ഒരു കോണ്ടിമെൻറ്റ്, ഇതിലും ചെറുതായിട്ട് മുക്കിയിട്ടാൽ കഴിയും, ഇത്ര തന്നെ. അപ്പോൾ ഇത് പലരും ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ട് പല കടകളും നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ബിയർ ഒഴിച്ചു ഈ ബാറ്ററിലേക്ക്. അപ്പോൾ അതിങ്ങനെ കുറച്ചും കൂടെ പതഞ്ഞു വന്നു ഈ ബാറ്റർ. അപ്പോൾ പൊരിക്കുമ്പോൾ കുറേയും കൂടെ ഫ്ലഫിയായി. അപ്പോൾ അങ്ങനെ കുറേ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൻ്റേതായിട്ടുള്ളൊരു ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അതുപോലും അപ്പോൾ ആ നാട്ടിൽ ഒരു 6 വർഷത്തോളം ആ കുട്ടി താമസിച്ച് കഴിഞ്ഞു ഹസ്ബൻഡിൻ്റെ കൂടെ, എന്നിട്ട് അവർ കഴിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഈ സംഭവമുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ ഭക്ഷണം തന്നെ വേണമെന്ന് പറയുന്നത്? നമ്മളെന്തിനാണ് ഒരു 5 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വല്ലയിടത്തും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കേരളത്തിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗത്തിന് ബാഗിലാക്കിയിട്ട് ചുമന്നുകൊണ്ട് പോകുന്നത്? ഞാനത് കുറേ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ ദുബായിലൊക്കെ ചെന്നുപെട്ട സമയത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ദുബായിൽ ഉള്ള റെസ്റ്റോറൻറ്റിൽ 60% കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണത്. കാരണം അവരുടെ നാട്ടിലെ റെസ്റ്റോറൻറ്റ്സും എമറാത്തി റെസ്റ്റോറൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ വിരലെണ്ണാവുന്നതേ ഉണ്ടാവുള്ളൂ ആ എൻ്റെ രാജ്യത്ത്. നമ്മൾ അവിടെയുള്ള മലയാളികളോട്, ഇപ്പം കാണുന്ന മലയാളികൾ വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾ എത്ര തവണ ഒരു എമറാത്തി റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട്. ഭൂരിഭാഗം പേര് ഒരു തവണ പോലും പോയിട്ടുണ്ടാവാനോ അല്ലെങ്കിൽ ഒരു എമറാത്തി റെസ്റ്റോറൻറ്റ് പേര് കേൾക്കാൻ പോലും സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ പോയിട്ടും നമ്മുടെ ബിരിയാണിയും നമ്മുടെ ഫിഷ് ഫ്രൈയും ഒക്കെ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഈയിടെ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഞാൻ ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് മനാക്കിഷ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡിഷുണ്ട്,
അപ്പോൾ പിന്നെ ഏകദേശം പിസ്സ പോലെ ഇരിക്കും. അപ്പോൾ ഇവനിത് പിസ്സയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അയാൾ പറഞ്ഞു പിസ്സയല്ല, ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ഭക്ഷണമാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇതിന് ഇറ്റാലിയൻ ആക്കുക. അപ്പോൾ ഈ മാനേജർ ഇത് പറയുമ്പോഴും എൻ്റെ സുഹൃത്തിന് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ഇതിപ്പോൾ പിസ്സ പോലെ ഉണ്ട്, ഇത് ബന്ധത്തിൽ സംഭവമുള്ളൂ എന്നുള്ളൊരു ഫീലാണ് അയാൾക്ക് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റലിയിൽ പോയിട്ട് സാമ്പാർ ചോദിക്കാതിരിക്കുക, പിന്നെ അമേരിക്കയിൽ പോയാൽ മീനച്ചാറ് വേണമെന്ന് പറയുക, അല്ലെങ്കിൽ ദുബായിൽ പോയിട്ട് മീൻകറി വേണമെന്ന് പറയുക. ഇത് ഇത്രയും നമ്മുടെ ഭക്ഷണത്തിനോട് സ്റ്റിക്ക് ഔട്ട് ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ഷോർട്ട്സ് ഇട്ട് നടക്കുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇറ്റലിയിൽ പോയിട്ട് ബിക്കിനി ഇട്ടിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ അവരുടെ സംസ്കാരവും സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സാമ്പാറിൻ്റെയും പുളിശ്ശേരിയുടെയും ചോറിൻ്റെയും കാര്യത്തിൽ നമ്മൾ വളരെ വളരെ ഒരു നിർബന്ധ ബുദ്ധിയാണ്. ഇത് ഇപ്പം കുറച്ച് പ്രായമുള്ള സെറ്റിലായിട്ടുള്ളവരുടെ കാര്യമാണെന്ന് വിചാരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒരു ചെറിയ കൂട്ടം കൂടി കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോകണമെന്ന് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൻ്റെ എക്സ്ട്രീമിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ തായ്ലൻഡാണ് എല്ലാവരുടെയും ഫേവററ്റ് സ്ഥലം. അപ്പോൾ നമുക്ക് പരിചയമുള്ള കുട്ടികൾ ചെറിയ ആമ്പിള്ളേരാണ് പൊതുവെ പോവുക. അവർക്ക് അതിൻ്റേതായ ചില ഉദ്ദേശങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്, അവരിക്കട്ടെ. ഇവർ തായ്ലൻഡിൽ പോയിട്ട് പോകുന്ന സമയത്ത് കുറേ പേര് എന്നെ വിളിക്കാറുണ്ട്, പരിചയമുള്ളവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ പോയി പിന്നെ കാണാൻ പറ്റുക, ഏത് സിറ്റിയിലാണ് പോകേണ്ടത്, ഹോട്ടൽ ഏതാണ് നല്ലത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇവർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കുമല്ലോ, കോൺടാക്റ്റ് ചെയ്യും, പോയി വന്നു എങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പറയാനുള്ളത് മുഴുവൻ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. ആ ഒരു കാര്യം മാറ്റി വെച്ചാൽ അവർക്ക് വേറെ ഒന്നും തായ്ലൻഡിനെ പറ്റി പറയാനില്ല. തായ്ലൻഡ് ലോകത്തിലെ ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഒരു വലിയ മൊത്തം സ്ക്വിഡ് നമ്മൾ പറയുന്ന സോസിൽ നമ്മൾ പറയുന്ന രീതിയിൽ ഗ്രില്ല് ചെയ്തിട്ട് ഒരു 50 തായ് ബാത്തിന് കിട്ടും. 50 തായ് ബാത്ത് എന്ന് പറഞ്ഞാൽ 120 രൂപയേ ആവുന്നുള്ളൂ. അതുപോലും നമ്മുടെ പിള്ളേരാരും പൊതുവേ ട്രൈ ചെയ്യുന്നില്ല. ഉണ്ട് കേട്ടോ, ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലൊക്കെ ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ. അവരൊക്കെ അതിൻ്റെ മുമ്പിലുള്ള ആൾക്കാരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർ സംഘം ചേർന്ന് പല സ്ഥലത്തും പോയിട്ട് ആക്രമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പൊതുവെ ഒരു ഭൂരിഭാഗത്തിൻ്റെ കാര്യം പറയുകയാണ്. ഇപ്പോൾ ഈ നമ്മുടെ കൊച്ചിയിലുള്ള ഈ ഗ്രൂപ്പ് അവസാനം പോയത് കോയമ്പത്തൂരാണ്. അപ്പോൾ അവർ കോയമ്പത്തൂർ പോയി, എനിക്കത് പോകാൻ പറ്റിയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പോയി തിരിച്ചു വന്നിട്ടാണ് ഞാൻ ആലോചിച്ചത്, കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരാണ് നിൽക്കുന്നത്, ഇവിടുന്ന് വളരെ അടുത്താണ്. ഇപ്പോൾ കുതിരാൻ്റെ ചെറിയ പ്രശ്നമുണ്ട് പോകാൻ, അത് ശരിയാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്തിനെങ്കിലൊക്കെ കോയമ്പത്തൂർ പോയിട്ടുണ്ടാവും. ഇപ്പോൾ തുണി എടുക്കാൻ, അല്ലെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പരിചയമുള്ള ഒരാളെ കോളേജിൽ പോയി കാണാൻ. അവിടെ കുറേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുന്ന വഴിക്കോ ചെന്നൈയിൽ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ പലപ്പോഴും കോയമ്പത്തൂർ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് ട്രെയിനിൽ എന്തോ 10 രൂപയുടെ അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കോയമ്പത്തൂർ എത്താം. ഈ കോയമ്പത്തൂരെ ഭക്ഷണത്തിന് കൊങ്ക് നാട്ട് സമ്മേളനം എന്നാണ് പറയാം. അത് എത്ര പേർക്ക് അറിയാമെന്ന് തന്നെ എനിക്കറിയില്ല, അങ്ങനെ ഒരു ടേം ഉണ്ട് എന്നുള്ളത്. അവരുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറേ ഫ്ലേവേഴ്സും കുറേ ടേസ്റ്റും ഉണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സിനിമ കാണുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ പോയിട്ട് വരാം. ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ കഴിക്കുന്ന കാശിനെങ്കിൽ നമുക്കൊരു നേരത്തെ ഭക്ഷണം അവിടെ കഴിക്കാം. അതിന് പോലും നമ്മൾ പലരും മെനക്കെടുന്നില്ല. അപ്പം നമ്മളിപ്പോൾ അമേരിക്കയിൽ പോകുന്നതും തായ്ലൻഡിൽ പോകുന്നതൊക്കെ വിടാം. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ പോലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ ചിലപ്പോൾ നല്ല രസമായിരിക്കും. 50-50 ചാൻസ് ഉണ്ടല്ലോ. കാരണം ഒന്നുകിലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സാണ്, യോർക്ക്ഷയറിലാണെന്ന് വിചാരിക്കുക. അതിപ്പോൾ ആകെ 4-5 പൗണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. 4-5 പൗണ്ട് എന്ന് പറഞ്ഞാൽ KFCയുടെ ഒരു മീലിൻ്റെ പൈസ പോലും ആവുന്നില്ല. ഇപ്പോൾ അമേരിക്കയിലാണ്, നമ്മൾ ടെക്സസിലാണ് താമസിക്കുന്നത്, നമ്മളൊരു ബാർബിക്യൂ കഴിച്ചു, ചിലപ്പോൾ ഒരു $6 $8 പോകുന്നത്. $6 $8 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മീലിന് ചിലവാക്കുന്ന പൈസയല്ലേ. തായ്ലൻഡിലാണെങ്കിൽ ഈ പറയുന്ന 225 ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പൈസ. അത് നമ്മൾ ഒരു റിസ്ക് എടുക്കാമല്ലോ, ചെറിയൊരു റിസ്ക് അല്ലേ. ഇഷ്ടപ്പെട്ടാൽ നല്ല രസം ഉണ്ടാവില്ലേ. നമുക്ക് പുതിയൊരു സാധനം കൂടി ജീവിതത്തിൽ കിട്ടുകയല്ലേ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ വിദേശ രാജ്യത്ത് പോവുകയാണെങ്കിൽ ഒരു ചിലവില്ലാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ പോവാണ്. അപ്പോൾ KLM എയർ ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു എയർലൈൻ ഉണ്ട്. എയർ ഫ്രാൻസ് ഫ്രാൻസിൻ്റെ എയർലൈനും, KLM റോയൽ ഡച്ച് എയർലൈൻ എന്ന് പറയും, ഡച്ച് എയറുടെ എയർലൈനുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നോ മറ്റോ ആണ് പോകുന്നത്, ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് തന്നെ കണക്ഷൻ ഉണ്ടായെന്ന് വരും. എയർ ഫ്രാൻസ് KLM രണ്ടും കൂടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു എയർലൈനിൽ എടുക്കുന്ന ടിക്കറ്റിൻ്റെ റേറ്റേ ആവുള്ളൂ. എയർ ഫ്രാൻസിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുക,
എന്നിട്ട് പാരീസിലൊരു സ്റ്റോപ്പ് ഓവർ എടുക്കുക 2 ദിവസം. നമ്മൾ അമേരിക്കയിൽ എവിടെയാച്ചാൽ പോകുന്നു, തിരിച്ചു വരുന്നത് KLM കാരണം രണ്ടും കൂടെ ഒരേ എയർലൈനാണ്. KLM തിരിച്ചു വരിക ആംസ്റ്റർഡാം വഴിയാണ്. 2 ദിവസം ആംസ്റ്റർഡാമിൽ ഒരു സ്റ്റോപ്പ് ഓവർ. തിരിച്ച് നമ്മൾ നാട്ടിൽ വന്നു. നമുക്ക് എക്സ്ട്രാ ഒരു പൈസ ചിലവായിട്ടില്ല കേട്ടോ. നമുക്ക് ആകെ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അത് വരിക പാരീസിലെ 2 ദിവസത്തെ ഹോട്ടലിൻ്റെ പൈസ, ആംസ്റ്റർഡാമിലെ ഹോട്ടലിൻ്റെ പൈസ. ഹോസ്റ്റലുകൾ മുതൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വലിയ ചിലവൊന്നും വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ എന്തായാലും അമേരിക്കയ്ക്ക് പോവുകയാണ്, ചിലപ്പം നമ്മളൊരു ജോലിക്ക് പോവുമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അയാളെ ഒന്ന് 2-3 മാസത്തേക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 രാജ്യങ്ങൾ കണ്ടൂടെ. പ്രത്യേകിച്ച് അധിക ചിലവൊന്നുമില്ല. 4 ദിവസത്തെ ഹോട്ടലിൻ്റെ പൈസയും പിന്നെ അവിടുന്ന് 2 ദിവസം ഭക്ഷണം കഴിക്കാനുള്ള പൈസയേ ആവുള്ളൂ. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ പാറ്റിസറി കണ്ടുപിടിച്ച നാടാണ്. അവിടെയുള്ള കേക്കും എന്തിനും ഒരു മാക്രൂൺ കണ്ടാൽ തന്നെ നമുക്ക് അത്രയും എക്സൈറ്റ്മെൻ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വേറൊരു കാര്യം ഈ വിമാനയാത്രയിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മളിപ്പോൾ വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ഈ എയർലൈൻ ലാൻഡ് ചെയ്യാൻ പോകുന്ന രാജ്യത്തെ ഭക്ഷണം എന്തായാലും ഉണ്ടാവും. പുറപ്പെടുന്ന സ്ഥലത്തെ ഭക്ഷണം, ലാൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ ഭക്ഷണം ഉണ്ടാവും. പൊതുവേ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭക്ഷണം ചൂസ് ചെയ്യാം. അതിന് പകരം നമുക്ക് മറ്റത് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, മറ്റേ ഫുഡ്. ഇപ്പോൾ നമ്മൾ പിന്നെ സിംഗപ്പൂരേക്കാണ് പോകുന്നതെങ്കിൽ സിംഗപ്പൂർ അവരുടെ ഭക്ഷണം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ ഇവൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് 2 സ്പൂൺ കഴിച്ചിട്ട് നമുക്ക് തീരെ പറ്റില്ല എന്നാണെങ്കിൽ തിരിച്ചു കൊടുക്കാമല്ലോ. എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, മറ്റേത് മതി എന്ന് പറഞ്ഞാൽ അവരൊന്നും പറയാൻ പോകുന്നില്ലല്ലോ, നമുക്ക് തരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ബേസിക് സ്റ്റെപ്സ് പലതും എടുക്കാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ പിന്നെ ഈ കല്യാണങ്ങൾക്ക് പോകുമല്ലോ, നമ്മൾ വിദേശ രാജ്യവും യാത്രയൊക്കെ നമ്മൾ വിട്ടു. കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇപ്പോൾ എത്ര ചെറിയ കല്യാണത്തിനും ഉള്ള ബുഫയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പാത്രങ്ങൾ പെട്ടെന്ന് കാലിയാവും. ചിക്കൻ ഫ്രൈയുടെ പാത്രം, പൊറോട്ടയുടെ പാത്രം, അല്ലെങ്കിൽ ചോറിൻ്റെ, ബിരിയാണിയുടെ, ഒരുപാട് സാധനങ്ങൾ ആരും ടച്ച് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും. നമുക്കെല്ലാം ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ, നഷ്ടമൊന്നുമില്ലല്ലോ. ഓരോ സ്പൂൺ ഇപ്പോൾ 10-20 ഡിഷസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്ത് വെച്ചിട്ട് കഴിച്ച് നോക്കിയിട്ട് ആദ്യത്തെ പ്ലേറ്റ് ഇങ്ങനെ ഓരോ സ്പൂൺ നമ്മൾ എടുക്കുന്നു, ഓരോന്നും കഴിച്ചു, ഇഷ്ടപ്പെടുന്നത് മാത്രം എടുത്ത് നമുക്ക് കഴിച്ചുകൂടെ. ഇത് നമുക്ക് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലോ മറ്റോ താമസിക്കണം, പിറ്റേന്ന് രാവിലെ ഫ്രീ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ലേ, അവിടെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് ഓപ്പൺ മൈൻഡഡ് ആയാൽ കുറേയും കൂടെ ഹാപ്പിനെസ് ഉണ്ടാകുന്ന സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്, ശ്രമിച്ചു നോക്കാവുന്നതാണ്.